നിലനിന്നു. അതിലൊക്കെ പുതുമയായി ഞാൻ കാണുന്നത് 60 കൊല്ലത്തിലധികം ഒരേ സ്ഥലത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അല്പം താമസിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അല്പം താമസിച്ചു പോയതാണ്. ഇനി നമുക്ക് ചെറിയൊരു ഹദീസ് ഹിക്കായത്ത് കൂടി വായിച്ച് അബൈത്ത് ചൊല്ലി വേഗത്തിൽ നാളെ തന്നെ പറ്റുമെങ്കിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ പൂർത്തിയാകുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ വ്യാഴാഴ്ച സാധാരണ ഇല്ലെങ്കിലും പ്രത്യേകം എന്നുള്ള നിലക്ക് വ്യാഴാഴ്ചയും കൂടി ആയിട്ട് ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് ഇത് പൂർത്തിയാക്കണം. റബ്ബ് തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഫിഖ് ക്ലാസ്സിലേക്ക് തന്നെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുകയും അവൻ കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. ഖാല ഇബ്നു ഇസ്ഹാഖ റഹിമഹുല്ലാഹ് ലമ്മാ കാന اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا صلى الله عليه وسلم. فقالوا قد رغبت عن أسماء آبائك. قال أردت أن يحمده من على الغبراء. മഹാനായ താബിഈങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യസാർ, അങ്ങനെയാണ് മഹാനവറുകളുടെ പൂർണ്ണനാമം. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ സമശീർഷനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ മുഹദ്ദിസീങ്ങൾക്കുണ്ട്. അഥവാ ഇബ്നു ഇസ്ഹാഖ് അൻഅനത്തിട്ട് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല. ഇബ്നു ഇസ്ഹാഖിന്റെ റിവായത്താണെങ്കിൽ അഖ്ബർന എന്നോ ഹദ്ദസന എന്നോ പറഞ്ഞെങ്കിലേ ഹദീസ് റിവായത്ത് സ്വീകരിക്കാൻ പറ്റൂ എന്ന് ഹദീസ് ശാസ്ത്ര സംബന്ധമായ ഒരു അഭിപ്രായമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. അതേ സമയത്ത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ സീറകൾ പറയുന്നതിൽ മുസ്ലിം ഉമ്മത്തിന്റെ റഈസാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് സർവ്വസ്വീകാര്യനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അൻഅനത്തിട്ടാൽ സ്വീകരിക്കില്ല എന്നാണ് മഹാഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത്. കാരണം മുദല്ലിസാണ്. ചിലപ്പോൾ ഷെയ്ഖിന്റെ പേര് പറയാതെ ഷെയ്ഖിനെ ഉദ്ധരിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ഹദീസിന്റെ രംഗത്ത് അദ്ദേഹം സർവ്വസ്വീകാര്യനല്ല. എന്നാൽ അദ്ദേഹം ചരിത്ര വിഷയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ആ രംഗത്തെ റഈസായി മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയാം, ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, ശരിക്കും മുഴുവൻ പേര് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യസാർ എന്നാണ്. ആള് താബിയാണ് എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ മുസയ്യിബ്
തുടങ്ങിയവരെ കാണുക ഇട്ടുണ്ടെന്ന് മാത്രമല്ല, ഖാസിം ഇബ്നു മുഹമ്മദ് ബിൻ അബി ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിയായിരുന്ന നാഫി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവരിൽ നിന്നൊട്ടൊക്കെ ഇൽമ പഠിക്കുകയും കാണുകയൊക്കെ ചെയ്ത ആളാണ്. മാലിക് ഇമാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മഹാനുമാണ്. അദ്ദേഹം പറയാണ്, ലമ്മാ കാനൽ യൗമുസ് സാബിഉ മിൻ വിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യജന്മത്തിന്റെ 7-ാം ദിവസമായപ്പോൾ റബഹ അൻഹു, ഈ കുഞ്ഞിനു വേണ്ടി ബലി അറുത്തു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോ പഴയ കാലത്ത് തന്നെ, ഇസ്ലാമിന്റെ മുമ്പ് തന്നെ കുഞ്ഞുങ്ങളുണ്ടായാൽ അഖീഖ അറുക്കുക എന്നും അതിന് സദ്യ നടത്തുക എന്നതും പൊതുവെ അറബി പ്രമുഖർക്കിടയിൽ അറിയപ്പെട്ട സംഗതിയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ 7-ന്റെ അന്നത്തെ ഈ സദ്യ, ഈ ആഘോഷം ചരിത്രത്തിൽ തന്നെ എടുത്തു പറയാൻ പറ്റുന്നതും മക്കയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അത്രയും മഹത്തരമായിരുന്നു എന്നാണ്. ജമാഅ ഫീഹാ അഹ്ലു മക്കത്ത വഗബൽ ജസൂറ والغنم وعمل طعاما ثم شوى قديدا وحمله للوحوش في البرية فلم يكن للناس حديث إلا وليمة عبد المطلب التي أولمها لرسول الله صلى الله عليه وسلم فرحا بمولده صلى الله عليه وسلم. അക്കാലത്ത് മക്കയിൽ മുഴുവനും ചർച്ചാ വിഷയമാകുമാർ അസാധാരണമായ അതുല്യമായ നിലക്കുള്ള ഒരു ആഘോഷമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7-ന്റെ അന്ന് കൊണ്ടാടിയത്. ധാരാളം ഒട്ടകങ്ങളെ അറുത്തു എന്ന് മാത്രമല്ല, ആടുകളെയും ഒട്ടകങ്ങളെയും അറുക്കുകയും വലിയ സദ്യ ഒരുക്കുകയും ചെയ്തതിന്റെ പുറമെ ഉണക്കമാംസം വേവിച്ച് അത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടി വിതരണം ചെയ്തിരുന്നു. അങ്ങനെ ജനങ്ങൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ സുഭിക്ഷമായി കഴിക്കാൻ വേണ്ട ഭക്ഷണം ഒരുക്കി എന്ന് മാത്രമല്ല, ഫലമിക്കുൽ ഇന്നാസി ഹദീസുന്നില്ല വലീമത്ത് അബ്ദുൽ മുത്തലിബില്ലത്തി ഔലമഹാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് നടത്തിയ ഈ സദ്യ അന്ന് നാട്ടിൽ മുഴുവനും അതായിരുന്നു വാർത്ത. ഫറഹൻ ബി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ മഹാസദ്യ നാട്ടിലാകെ വർത്തമാനമാകുമാറുള്ള അത്രയും മനുഷ്യർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം സുഭിക്ഷമായി കഴിക്കാൻ വേണ്ട സദ്യ നടത്തി. വഖാമ ബിഅംരിഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു. കമാ യജിബു, വേണ്ടതുപോലെ. അതാണ് അതിന്റെ അർത്ഥം. കമാ യജിബു എന്ന് പറഞ്ഞാൽ ഫർളായതുപോലെ എന്നുള്ള ആ ഉജുബല്ല. ഒരു കാര്യം ഉണ്ടല്ലോ, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കാനും ആഘോഷിക്കാനും വേണ്ടത് എങ്ങനെ, ആ വേണ്ടതുപോലെ, അതായത് റഹ്മത്തുൽ ആലമീനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ 7-ന്റെ ആഘോഷം ആ നിലക്ക് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ സന്തോഷവും അനുഗ്രഹവുമാവുന്ന നിലക്ക് തന്നെ ഉപ്പാപ്പ ആ 7-ന്റെ വലീമത്ത് സദ്യ നടത്തി. ഖുറൈശികളെ മുഴുക്കെ അദ്ദേഹം വിളിച്ചു വരുത്തി. വഅതഅമഹും, അവർക്ക് അദ്ദേഹം സുഭിക്ഷമായി ഭക്ഷണം നൽകി. വഅക്രമഹും, തന്നെയുമല്ല അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ആദരവിന് വേണ്ടി വേണ്ടത് ചെയ്യേണ്ട, പ്രത്യേകം പരിഗണിക്കേണ്ടവരെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തു എന്നർത്ഥം. അതെങ്ങനെയൊക്കെ ആവാം, എങ്ങനെയാവാം. ഫലമാക്കലു, അങ്ങനെ അവർ സദ്യ ഉണ്ടതിനു ശേഷം കുഞ്ഞിന്റെ പേരിനെ പറ്റിയിട്ട്, വാപ്പല്ലല്ലോ പാപ്പല്ലേ, അപ്പോ അവര് സാലുഹു അലി തസ്മിയാണ്, എന്താണ് നിങ്ങളിപ്പോ പേരിട്ടത് എന്ന് ചോദിച്ചപ്പോ ഖാലു, അവർ ചോദിക്കുകയാണ്, യാ അബ്ദുൽ മുത്തലിബി മാ സമ്മൈത ഇബ്നക, നിങ്ങളുടെ കുഞ്ഞുമോന് എന്താണ് പേരിട്ടത്? അതങ്ങനെയാണ്, ഉപ്പാപ്പ ആണല്ലോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഉപ്പ ആണെങ്കിൽ നേരത്തെ മരിച്ചുപോയും ചെയ്ത്, ആ നിലക്ക് ആണ് ഇബ്നക എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ ഈ ആഘോഷം നടത്തുന്ന ഈ കുഞ്ഞുമോനുണ്ടല്ലോ, പേരമോന്, ഈ പേരമോന് എന്താണ് നിങ്ങൾ പേരിട്ടത് എന്ന് ചോദിച്ചപ്പം കാല അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞു, സമ്മൈതുഹു മുഹമ്മദൻ, ഞാൻ ആ കുഞ്ഞിന് മുഹമ്മദ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്ന്. വലിയ
വലിയ അത്ഭുതമുള്ള പേരാണ്. ഒരുപാട് ഹുസൂസിയത്തുകൾ അതിന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ, മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ആ കുട്ടിക്ക് ഭാഗ്യം കിട്ടിയാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ആദ്യ പട്ടികയിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർക്കായിരിക്കും മുൻഗണന എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനെ പറ്റിയിട്ട് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഫഖാലു, അപ്പൊ മുഹമ്മദ് എന്നാണ് പേരിട്ടതെന്ന് പറയുമ്പോൾ ഖുറൈശികളിൽ അങ്ങനെ ഒരു പേര് പ്രസിദ്ധമല്ല. പൂർവ്വകാലത്തൊന്നും അങ്ങനെ ആരും മുഹമ്മദ് എന്ന് പേരിടാറില്ല. അതുകൊണ്ട് തന്നെ ഫഖാലു, അപ്പൊ ഈ ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ ചോദിക്കുകയാണ്, അല്ല ഖദ് റഗിബത അൻ അസ്മായി ആബായിക, നാട്ടു നടപ്പനുസരിച്ച് വാപ്പപ്പാപ്പമാരിൽപ്പെട്ട മഹാന്മാരുടെ പേരുകളാണല്ലോ നമ്മൾ ഇട്ടുപോരുന്നത് മക്കൾക്ക്. അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? റഗിബ അൻഹു എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടൊഴിഞ്ഞു, അതിനെ ഉപേക്ഷിച്ചു, വെടിഞ്ഞു, വെറുത്തു എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ് റഗിബ അൻഹു എന്ന് പറയാം. റഗിബ ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ ആഗ്രഹിച്ചു, കൊതിച്ചു എന്നൊക്കെയാണ്. അപ്പോ അത് റഗിബത്ത അൻ അസ്മായി ആബായിക, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരിനെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞ് അത് ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? പൂർവികരിലൊന്നും ഇല്ലാത്തൊരു പുതിയ പേര് തെരഞ്ഞെടുക്കാൻ എന്തേ കാരണം? ഖാല, അബ്ദുൽ മുത്തലിബ് തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അറത്തു, ഞാൻ അങ്ങനെ ഒരു പേര്, പാപ്പപ്പാപ്പമാരുടെ പേരൊന്നും തെരഞ്ഞെടുക്കാതെ മുഹമ്മദ് എന്നൊരു പേര് തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അഹ്മദഹു, ആ കുഞ്ഞിനെ സ്തുതിക്കണം എന്ന് തന്നെയാണ്. മൻ അലൽ ഒബ്രാ, ഭൂമുഖത്തുള്ള എല്ലാവരും, ഭൂമിയിലുള്ള സർവ്വ ആളുകളും എന്റെ മോനെ സ്തുതിക്കണം, അങ്ങനെ അധികമായി സ്തുതിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ള ഒരു തഫാവിൽ ശുഭ ലക്ഷണം കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരിട്ടത്. എനിക്കങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നു എന്നോ, അതല്ലെങ്കിൽ എന്റെ മരുമകള് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അങ്ങനെ സ്വപ്നം ഉണ്ടായി, അല്ലെങ്കിൽ സ്വപ്നത്തിലല്ലാതെ മയക്കത്തിലോ അല്ലെങ്കിൽ ഉണർച്ചയിലോ നിർദ്ദേശം ഉണ്ടായി, അതൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ഈ സാധാരണക്കാർക്ക് കഴിയില്ല. അതുകൊണ്ടായിരിക്കാം തന്റെ താല്പര്യം, ഞാനിങ്ങനെ പേര് തെരഞ്ഞെടുക്കാനുണ്ടായ താല്പര്യം മുഹമ്മദ് എന്ന് ഞാൻ പേരിട്ടത്. ആ പേര് പോലെ തന്നെ എന്റെ പൊന്നുമോന് എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരാളായിരിക്കണം എന്നെന്റെ ആഗ്രഹമാണ്. ആ പിതാമഹന്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സാബിഖായ ഖള അനുസരിച്ച് നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ആ പിതാമഹന്റെ ആഗ്രഹം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കി കൊടുത്തു. അതാണ് മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസ് ബിൽ ഹംദി. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ, ശരിക്കും സമ്മൗ ആണ് ആദ്യം വേണ്ടത്. സമ്മൗ, അവർ പേര് വെച്ചു നബിയൽ ഹുദാ, ഹിദായത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു മുഹമ്മദൻ, അധികമായി സ്തുതിക്കപ്പെടുന്നവൻ എന്ന് പേര് വെച്ചു. വെറുതെ പേരല്ല, വഹുവ, ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹഖുന്നാസ്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും അർഹതപ്പെട്ടവനാണ് ബിൽ ഹംദി, സ്തുതിക്കാൻ. അള്ളാഹുവിനെ ആണ് പടപ്പുകൾ സ്തുതിക്കേണ്ട ഒന്നാമത്തത്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പടപ്പുകൾ സ്തുതിക്കുന്നതിൽ ഏറ്റവും സ്തുതിക്കാൻ അർഹതപ്പെട്ടവര് ഈ നബിയുൽ ഹുദാ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. സ്വല്ലല്ലാഹു അലൈഹി, ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കുമാറാകട്ടെ അല്ലാഹ്. റബ്ബുൽ ഇസ്സത്താവുന്ന അല്ലാഹു തമ്പുരാൻ മാ അശ്റഖത്ത് ശംസു ദുഹാ, ദുഹാ സമയത്തുള്ള സൂര്യൻ വെളിച്ചം നൽകി പ്രകാശം നൽകുന്ന കാലത്തോളം ഫീ ദാലിക സഅദി, ആ ഫീ ദാലിക സഅദിന്റെ ഇശാറത്ത് എവിടേക്കാണ് എന്ന് ഹാഷിക്കാര് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരഭിപ്രായം പറഞ്ഞത് ഹാല ഖൗനി ഖുറൈശ് ഫീ ദാലിക സഅദി, ഖുറൈശികൾ ഈ സന്തോഷ വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമുചിതമായ വലീമത്ത് നടത്തി സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, സൂര്യോദയം കൊണ്ട്, സൂര്യപ്രകാശം കൊണ്ട് ലോകത്ത് പ്രകാശപൂരിതമാവുന്ന സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കുമാറാവട്ടെ. അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഖൈറും ബറക്കത്തും കിട്ടിയതായിരിക്കും സായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള ഖൈറും ബറക്കത്തുമാവുന്ന മഹാവിജയം, ആ വിജയം എല്ലാ സമയത്തും സൂര്യന് വെളിച്ചുണ്ടെങ്കിലും ഉച്ചയാവുമ്പം കൊടുംചൂട് കൊണ്ട് അതിനൊരു വിഷമം തോന്നും. അതേ സമയത്ത് ദുഹാ സമയത്ത് ചൂടധികം ആയിട്ടും ഉണ്ടാവില്ല, ഏറ്റവും തെളിഞ്ഞ സമയവുമാണ് എന്നതുകൊണ്ടായിരിക്കാം ശംസു ദുഹ എന്ന് പ്രത്യേകം പറയാൻ കാരണം. മാസത്ത് ശംസു ദുഹ, ദുഹാ സമയത്തുള്ള ശംസ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം എന്ന് പറയാം. ഒക്കെ ചുരുക്കി പറയാം. ഫലമാക്കാന വഖ്തു മുഹൂരി അസ്റാരിഹി, അതങ്ങനെ ഒരു സംഭവം പറഞ്ഞു. ഇനി വിഷയത്തിലേക്ക് ഇവിടെ തിരിച്ചു വരാം. ഫലമാക്കാന വഖ്തു മുഹൂരി അസ്റാരിഹി, തന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്റാറുകൾ, ആ അസ്റാറുകൾ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന സമയം ആഗതമായപ്പോൾ, അഥവാ അൽ ഉമൂർ ദീനിയ വൽ മആരിഫ് ലദുനിയ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്റാർ എന്ന് പറയുന്നത്. ദീനിയായ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ലദുനിയായ മഅരിഫത്തും, ആ മഅരിഫത്തും ഇൽമുമാവുന്ന ആ അസ്റാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുരഹസ്യങ്ങൾ ഈ ഭൂലോകത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ സമയമായപ്പോൾ, അതായത് ഇശ്റാഖിൽ കൗനി, സൃഷ്ടിലോകം മൊത്തം പ്രഭാപൂരിതമാകാനും അടുത്തായപ്പോൾ, ബിൻവാരിഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് കൊണ്ട്, അഥവാ ഈ ലോകത്തേക്ക് ജന്മം കൊള്ളാനുള്ള സമയമല്ല ഉദ്ദേശാർത്ഥമുള്ളൂ. ഫബൈനമാ ആമിനത്തു ഫീ ബൈത്തിഹാ വഹീദത്തുൻ, ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ പുണ്യ വീട്ടിൽ ഏകാന്തയായിരിക്കുമ്പോൾ, ആ ഏകാന്തതയുടെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വന്തമായിട്ടുള്ള വീട്ടിൽ ഭർത്താവ് നേരത്തെ വഫാത്തായി, പിന്നെ തന്റെ പരിചാരികയായ മഹദിയായിരിക്കുന്ന ഉമ്മു ഈമൻ റളിയല്ലാഹു തആല അൻഹയാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ ഉമ്മു ഈമൻ റളിയല്ലാഹു തആല അൻഹ പ്രസവ വേദനയുടെ ലക്ഷണം കണ്ടപ്പോ ആരെങ്കിലും പരിചയമുള്ള സ്ത്രീകളെ, പ്രത്യേകിച്ച് ആമിന ബീവിയുടെ ബന്ധത്തിൽപ്പെട്ട ഷിഫാ റളിയല്ലാഹു തആല, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഉമ്മയാവുന്ന ഷിഫാ റളിയല്ലാഹു തആല അൻഹയെ ഉൾപ്പെടെ ഇതിനു വേണ്ട പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പരിചയമുള്ള ആളുകളെ ക്ഷണിക്കാൻ പോയ സമയത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കായിരുന്നു. എന്നാൽ അങ്ങനെ ഒറ്റക്കാണെങ്കിൽ വെപ്രാളവും വേജാറും അസ്വസ്ഥതയുണ്ടോ? ഒരിക്കലുമില്ല. വഹീദത്താണെന്ന് മാത്രമല്ല, മുസ്തഅനിസത്തുൻ ബിബറകാതിഹി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകളെ കൊണ്ടിട്ട് അവർ നല്ല മനസ്സമാധാനത്തിലാ, ഒരു വേജാറില്ല. പറയുമ്പം കടിഞ്ഞൂൽ പ്രസവമാണ്, ഭർത്താവാണെങ്കിൽ ജീവിച്ചിരിപ്പില്ല, വീട്ടിൽ ആരുമില്ല, എല്ലാ നിലക്കും ബേജാറാകേണ്ട സമയം. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ബറക്കത്ത് കൊണ്ട് അവര് നല്ല മനസ്സമാധാനത്തിലാണ്, ഒറ്റക്കാണെങ്കിലും. വഹിയ ഫരീദത്തുൻ എന്നാണ് നിലവിലുള്ള അധിക നുസ്ഖകളിലും കാണുന്നതെങ്കിലും ആ വാക്കിന് കാര്യമായ അർത്ഥം അവിടെ യോജിപ്പായിട്ട് ഇല്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ വഹീദത്തിന്റെ അതേ ആശയം തന്നെയല്ലേ ഫരീദത്തൂനും കിട്ടുള്ളൂ. അതേ സമയത്ത് മഹാനായ ഇബ്രാഹിമുൽ മുല്ലവി റഹ്മഹുല്ലാഹ് ഒക്കെ പറയുന്നത്, അത് എഴുതിയപ്പം അച്ചടിപ്പിശകോ കയ്യെഴുത്തിൽ വന്ന അബദ്ധമോ ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്. വലിയ കരീറത്തുൻ എന്നാണ്. അതേ മാറാനും എളുപ്പമുണ്ടല്ലോ. അന്നൊക്കെ മുമ്പൊക്കെ കയ്യെഴുത്തല്ലേ, ഈ എഴുത്തിൽ പിഴവ് പറ്റാം. അപ്പോഴേ ഒരു അർത്ഥം ആശയം കിട്ടുള്ളൂ. മറ്റേത് ഫീ ബൈത്തിഹാ വഹീദ, ആമിന ബീവി തന്റെ വീട്ടിൽ ഏകയാണ്, വേറെ ആരുമില്ല. അതോടുകൂടി മുസ്തഅനിസത്തുൻ ബിബറകാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നല്ല ഈനാസ് ഉണ്ട്, മനസ്സിനൊരു വെപ്രാളമോ വേജാറോ ഇല്ല. വഹിയ കരീറ, വളരെ സംതൃപ്തിയാണ്. ഖുറത്തുൽ ഐനിന്റെ അർത്ഥത്തിലുള്ളതാണ് കരീറ, അതാണ് അതിന്റെ ശരിയായ രീതി. മറ്റേത് എഴുത്തിൽ വന്ന പിഴവ് അച്ചടിയിൽ വരുന്ന അബദ്ധങ്ങളായിരിക്കാം എന്നാണ്. വലം തശ്ഉർ, അങ്ങനെ ഒറ്റക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സംതൃപ്തിയായിരിക്കുന്ന സമയത്ത് വലം തശ്ഉർ, ആമിന ബി അറിഞ്ഞില്ല, എങ്ങനെയല്ലാതെ ഇല്ല വഖദ് അശ്റഖ ഫീ ബൈതിഹ നൂർ, അവരുടെ വീട്ടിലാകെ ഒരു പ്രത്യേക അഭൗമമായ അലൗകികമായ ഒരു പ്രഭ നിറഞ്ഞിരിക്കുന്നു ആകെ. വഅമ്മഹ, അവരെ
ആകെ വ്യാപിച്ചു മൂടിക്കഴിഞ്ഞു. അൽ ഫറഹ് വസ്സുറൂർ, സന്തോഷവും ആനന്ദവും. അതാണ് അതിന്റെ കാരണം. അഖ്ബലത്തിൽ മലായികത്തു വൽ ഹൂർ, ആ ഏകാന്താവസ്ഥയിൽ ബഹുമാനപ്പെട്ട മലായികത്തുൽ കിറാം ധാരാളം വന്ന് ആ റൂമിൽ തിങ്ങി നിറഞ്ഞു. ശൈത്താന്റെയും മറ്റും ഷർറുകളിൽ നിന്നിട്ട് സുരക്ഷിതരാക്കാൻ വേണ്ടി വീട് നിറയെ മലായികത്ത് വന്ന് നിറയുന്നത് ആമിന ബീവി റളിയല്ലാഹു തആല അവരുടെ കറാമത്ത് കൊണ്ട് കാണുന്നുണ്ട്. മാത്രമല്ല വൽ ഹൂർ, ബഹുമാനപ്പെട്ട ഹൂറുലീങ്ങളുമുണ്ട്. ഹൂറുലീങ്ങൾ ഒറ്റക്കല്ല, വേറെ റിവായത്തിൽ കാണാം ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയും അവരുടെ കൂടെ കുറെ ഹൂറുലീങ്ങളും. അങ്ങനെ ചുറ്റും മലായികത്ത് വലയം സൃഷ്ടിച്ചതിന്റെ പുറമെ മഹദികളായ മറിയം ബീവിയും ആസിയ ബീവിയും ഹൂറുലീങ്ങളും അവരെ സമീപത്ത്. പിന്നെ അവരുടെ സന്തോഷത്തിന് കണക്കില്ല, ആശ്വാസത്തിന് കണക്കില്ല. പക്ഷേ അവിടെ തന്നെ കാണാ ഉക്തുമി അമ്രക്കി, കാര്യം പുറത്തുവിടരുത്, രഹസ്യമാക്കി വെച്ചുകൊള്ളണം എന്ന് നിർദ്ദേശമുണ്ടായതുകൊണ്ടാവാം പിന്നെ ബഹുമാനപ്പെട്ട ബീവി ശിഫ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പം ഇങ്ങനെ ഈ അവസ്ഥ അവരോടപ്പോൾ പറയാതിരുന്നത്. അവർക്ക് മറ്റു ചില ലക്ഷണങ്ങളെ കൊണ്ട് കാര്യം മനസ്സിലായി എന്നല്ലാതെ തന്റെ സമീപത്ത് ഹൂറുലീങ്ങൾ ഉള്ളതിനെ പറ്റിയോ അതല്ലെങ്കിൽ മറിയം ബീവിയും ആസിയ ബീവിയും ഉള്ളതിനെ പറ്റിയോ മലായികത്ത് ചുറ്റും വളഞ്ഞു നിൽക്കുന്നതിനെ പറ്റിയോ അവരോടൊപ്പം പറഞ്ഞില്ല. മാത്രമല്ല അവർ താമസിക്കുന്ന ആ റൂമിനെ വലയം ചെയ്തു. അൻവാഉത്തുയൂർ, പലതരത്തിലുള്ള പക്ഷികൾ. ആ പക്ഷികൾ തന്നെ സാധാരണ പക്ഷികളായിരുന്നില്ല, മലായികത്ത് പക്ഷിരൂപം കൊണ്ടുവന്നതായിരുന്നു എന്ന് ആ പക്ഷികളെ സംബന്ധിച്ചുള്ള വർണ്ണനയിൽ കാണാം. ചുവന്ന മാണിക്യം കൊണ്ടുള്ള ചുണ്ടുകളും പച്ച ഗോമേതകത്താലുള്ള ചിറകുകളുമുള്ള ഒരു തരം പ്രത്യേക അലൗകികമായ പക്ഷികളായിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട മലായികത്തുൽ കിറാം പക്ഷിരൂപം കൊണ്ടുവന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. വഹിയ ആമിന ബീവി തസ്മഉ ലിസ്തിഹാമിഹിം, അവര് തിങ്ങിക്കൂടിയ ഈ അവസ്ഥയിൽ അവരിൽ നിന്നിട്ട് കേൾക്കാം. ഇഹ്തിഫാലിഹിം, അവരൊരുമിച്ച് കൂടി ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം ഈ ഒരുമിച്ച് കൂടിയതിലും കേൾക്കാം. ബിഖുദൂമിൽ ഹബീബി, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇഹ്തിഫാൽ ചെയ്തത്? അവരൊരുമിച്ച് കൂടി ആഘോഷിച്ചത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം കൊണ്ട് ഒരുമിച്ച് കൂടുകയും തിങ്ങിക്കൂടുകയും ചെയ്തതിനാൽ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കേൾക്കാമായിരുന്നു ഹംസ, ശരിയ ഒരു ശബ്ദം, ഇങ്ങനെ വലിയ ഒച്ചമ്പുളിയല്ല. അതെന്താ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹവറത്തിൽ ഒരു സമയത്തും ശബ്ദകോലാഹലം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാരും അവളുടെ ഹവറത്തിൽ ശബ്ദകോലാഹലം ഉണ്ടാക്കൂല. ഹംസ എന്ന് പറഞ്ഞ ഒരു ചെറിയ മുഴക്കം, അങ്ങനെ. കാരണം ആളുകൾ ഈ മലായികത്തും ഹൂറുലീങ്ങളും ഈ ആസിയ മറിയം ബീവി അലൈഹിമസ്സലാമും ഈ പറയുന്നവരെല്ലാം കൂടി തിങ്ങിക്കൂടിയ ആഘോഷത്തിന് ഒരു ചെറിയ ശബ്ദത്തിന്റെ മുഴക്കം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. കൈഫല, എങ്ങനെ ശബ്ദം കേൾക്കാതിരിക്കുന്നു? സയ്യിദുൽ ആലമീൻ, സർവലോകരുടെയും നേതാവാവുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈത്തിഹാ അംസ, ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ആഗതരായി കഴിഞ്ഞിരിക്കുന്നു. അംസ എന്ന് പറഞ്ഞാൽ നാക്കിസായ ഫീലായിട്ട് വെച്ചാൽ മതി. നാക്കിസായ ഫീലായാലൊക്കെ കാനന്റെ അർത്ഥത്തിനേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരത്തിലായി, രാവിലെയായി എന്നൊക്കെ അർത്ഥം അത് താമാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. നാക്കിസാവുമ്പോ ആ അർത്ഥമില്ല, വെറും കാനന്റെ അർത്ഥം കാനഹോത്തിൽപ്പെട്ട അംസ ആയിത്തീർന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ റൂമിൽ, ഈ വീട്ടിൽ ആഗതനായി കഴിഞ്ഞു. ആ ആഗമനത്തിൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ മലായികത്തും ഹൂറുലീങ്ങളും മഹാത്മാക്കളും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യാതിരിക്കുന്ന എങ്ങനെ? ഏതെങ്കിലും വഹാബികൾക്ക് അത് കുറഞ്ഞാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വഹാബികളുടെ പ്രശ്നമാണ്. അല്ലാതെ ലോകത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ മലായികത്ത്, അതുപോലെ തന്നെ ഹൂറുലീങ്ങൾ തുടങ്ങിയ അതുപോലെ തന്നെ സത്യവിശ്വാസികളൊക്കെ ആ ആഗമനത്തിൽ എന്നും സന്തോഷിക്കുകയും ഒരുമിച്ച് കൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇനിയാണ് നമുക്ക് ബെയ്ത്ത് അല്ലാണ്ട് ഒന്ന് ചെല്ലിയിട്ട് പാടാ, അല്ലേ? അല്ല, ഓതാ. എന്തേ വാക്ക ഉസ്താദ്, ചുഴലി ഉസ്താദ് ഉണ്ട് തോന്നുന്നു അവിടെ. ഒന്ന് പാടിക്കാളി, എന്നിട്ട് ഓതാം, അർത്ഥം വെക്കാം. എന്നിട്ട് അതാണ് പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഉസ്താദിന് വേണ്ടി മൈക്ക് കൊടുക്കുന്നു. اللهم صل وسلم وبارك عليه صل ربنا
العالمين على سيد الكونين والسروج صل رب العالمين على سيد الكونين والسروج إن بيتا أنت ساكنه ليس محتاجا إلى السروج وجهك والله حجتنا وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت سائره قد آتاه الله بالفرج صل رب العالمين على سيد الكونين والسروج فاز من قد كنت بغيته فاز من قد كنت بغيته وسما في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج صل رب العالمين على سيد الكونين والسروج يا كريم الجود راحته يا كريم الجود راحته فكفيت البحر واللجج أنت منجينا من الحرق من لهيب النار والأجج خالقنا الله رازقنا قابل للحاجات من طلب ذنبنا ما حيل يمنعنا من ظروف الدمع والعجج صل رب العالمين على سيد الكونين والسروج حبكم في قلبنا محفوظ حبكم في قلبنا محفوظ من رائن الذنب والحرج صفوكم والله لم يخب لكمال الحسن والبهج خالقنا الله رازقنا قاضي للحاجات من طلب إننا نرجو لشافعنا إننا نرجو لشافعنا لصلاح الدين والنهج وهو نجانا من البلوى طيبه في العالم الأرج ربي وارزقنا زيارته قبل الروح والخرج صلي يا ربي على الهادي صلي يا ربي على الهادي لسبيل الحق
والفرج صل رب العالمين على سيد الكونين والسرور. اللهم صل وسلم وبارك عليه. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലി റബ്ബൽ ആലമീന, യാ റബ്ബൽ ആലമീന എന്ന നിദയാണ്, നിദാന്റെ ഹർഫ് കളഞ്ഞതാണ് അർത്ഥം. യാ റബ്ബൽ ആലമീൻ, സർവലോക രക്ഷിതാവായ തമ്പുരാനെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. അലാ സയ്യിദിൽ കൗനൈൻ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ, വസ്സുറുജി, എല്ലാ പ്രകാശങ്ങളുടെയും വിളക്കുകളുടെയും, വിളക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകുന്ന വിളക്കുകൾ എന്ന് പറയാം, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉൾപ്പെടെയുള്ള വിളക്കുപെട്ട്, എന്നാൽ അള്ളാഹുവിന്റെ അംബിയ മുർസലീങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിദായത്തിന്റെ വിളക്ക്, ഈ എല്ലാ വെളിച്ചത്തിന്റെയും നേതാവായ, ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സർവലോക രക്ഷിതാവായ അള്ളാഹുവേ നീ സദാ സ്വലാത്ത് വർഷിക്കണമേ എന്നാണ് ജവാബായി ചെല്ലുന്ന ബൈത്ത്. ഇനി ഇന്ന ബൈത്തൻ, തീർച്ചയായും ഒരു ഭവനം. ഇവിടെ തന്നെ വേറെ നുസ്ഖയിലുണ്ട് ഇന്ന കൽബൻ, രണ്ടായാലും മാന വ്യക്തമാണ്. ഇന്ന കൽബൻ അന്ത സാക്കിനഹു, അവിടുന്ന് വസിക്കുന്ന ഹൃദയം, ലൈസ മുഹ്താജൻ ഇല സുറുജി, മറ്റ് പ്രകാശങ്ങളിലേക്കോ വിളക്കുകളിലേക്കോ ആ ഹൃദയം പിന്നെ ആവശ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, ആ മഹബ്ബത്ത് മുഖേന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് അവനെ തർബീയത്ത് ചെയ്യുകയും തസ്കിയത്ത് ചെയ്യുകയും ചെയ്യും. പിന്നീട് അവന് മറ്റൊരു ശൈഖ് മുറബ്ബിയുടെയോ മറ്റൊരു വഴികാട്ടിയുടെ ആവശ്യം വരില്ല. അത്രമാത്രം തന്റെ ഓരോ അനക്കത്തിലും അടക്കത്തിലും ആവശ്യമായ വഴികാട്ടിയും മാർഗദർശിയുമായി ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരിക്കും. ഇനി വേണ്ട ഇന്ന ബൈത്തൻ തന്നെയൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പൊ അധിക നുസ്ഖയിലുള്ളത്, രണ്ടും സഹിഹായ നുസ്ഖകളാണ്. ഇന്ന ബൈത്തൻ, നിശ്ചയം ഒരു വീട്, ഒരു ഭവനം. എങ്ങനെയുള്ള ഭവനമാണ്? അന്തസാക്കിനുഹു, തങ്ങൾ അവിടത്തെ താമസക്കാരനാണ്. ആ വീട്ടിൽ അങ്ങ് താമസിക്കുന്നുണ്ട്, അങ്ങ് നിലകൊള്ളുന്ന ഒരു വീട്. ലൈസ മുഹ്താജൻ, ആ വീട് ഒരിക്കലും ആവശ്യമാവുന്നതല്ല. ഇല സുറുജി, വിളക്കിലേക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വസിറാജം മുനീറ എന്ന, പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിളക്കാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണല്ലോ. ലോകത്തുള്ള മുഴുവൻ ഹിദായത്തിന്റെയും വെളിച്ചങ്ങൾ കത്തിച്ചെടുക്കാൻ പറ്റുന്ന ഹിദായത്തിന്റെ ഏറ്റവും വലിയ വിളക്കാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആത്മീയമായ അങ്ങനെ ഒരു വെളിച്ചമായതിന്റെ പുറമെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ഹുസൂസിയത്തിൽപ്പെട്ടതായിരുന്നു അവിടുന്ന് അവിടത്തെ ശരീരത്തിന് തന്നെ അല്ലാഹു തആല പ്രത്യേക പ്രകാശം നൽകിയിരുന്നു എന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചില സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചില സമയത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ. അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഹലീമത്തുൽ സാദിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കാണാം. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുല കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന സമയത്ത് രാത്രി ഞങ്ങളുടെ വീടുകളിൽ വിളക്കിന്റെ ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തിന്റെ പ്രശോഭിതമായ ആ പ്രകാശം കൊണ്ട് തന്നെ മതിയാവുമായിരുന്നു, മറ്റൊരു വിളക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് പക്ഷേ എല്ലാ സമയത്തും ഇല്ല. അതിൽപ്പെട്ടതാണ് മറ്റൊരു സന്ദർഭത്തിൽ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാം. മഹദി അവർകൾ സൂചി കൊണ്ടെന്തോ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളക്ക് കെട്ടു.
വിളക്ക് കെട്ടപ്പോ ആ സന്ദർഭത്തിൽ തന്നെ കയ്യിൽ നിന്ന് സൂചി വീണും പോയി. ഇനി എന്താ ചെയ്യുക? വിളക്ക് കെട്ടും ചെയ്ത് സൂചി താഴെ വീണും ചെയ്ത്. ആ സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിച്ച സമയത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരുമുഖത്തിന്റെ ആ ശോഭയിൽ, ആ പ്രകാശത്തിൽ വീടാകെ വെളിച്ചം കാണുകയും വീണുപോയ സൂചി കണ്ടെടുക്കുകയും ചെയ്തു എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് കാണാം. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നോ? അതെല്ലാവരും കൺഫ്യൂഷൻ ആക്കണ്ട. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ തിരുനബി തങ്ങളുടെയും ഖിബ്ലയുടെയും ഇടയിലായിട്ടായിരുന്നു മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉറങ്ങാൻ കിടക്കുക. കാരണം അത്രയും സ്ഥലമുള്ള റൂം ഖിബ്ലയുടെ ഭാഗത്താണ് കട്ടിൽ. അപ്പൊ അവിടെ ആയിഷ റളിയല്ലാഹു തആല അവിടെ കിടക്കും. അതിനെ തൊട്ട് ഇപ്പുറത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തോണ്ടുമെന്നും തോണ്ടുമ്പോൾ ഞാൻ കാൽ പിൻവലിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും. സുജൂദ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേറ്റാൽ വീണ്ടും കാല് നീട്ടി കിടക്കും. അടുത്ത റക്അത്തിൽ സുജൂദിലേക്ക് വരുമ്പോൾ എന്റെ കാലിൽ തോണ്ടും, ഞാൻ കാല് വലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാം, അന്ന് വീട്ടിൽ സാധാരണഗതിയിൽ വിളക്ക് വെക്കാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ അവിടെ ഇരുട്ടാണ്, അതുകൊണ്ടാണല്ലോ ഈ തോണ്ടേണ്ടി വരുന്നത് എന്നൊക്കെ വരുമല്ലോ. അതിനൊരു കുഴപ്പമില്ല. അതായത് എപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ പ്രകാശം ഭൗതിക ലോകത്ത് വ്യക്തമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ്. സാധാരണ വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാം, അല്ലാഹു ജൽ അൻ യമീനി നൂറാ വൻ ശിമാലി നൂറാ വൻ അമാമി നൂറാ മിൻ വറായി നൂറാ മിൻ ഫൗഖി നൂറാ മിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ ജഅൽനി നൂറാ. എന്നെ തന്നെ നീ നൂറാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി കാണാം. അല്ലാഹു തആല ദുആക്ക് ഉത്തരം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നൂറാണ്. പക്ഷേ ഭൗതിക ലോകത്ത് ആ നൂറ് ചില സമയത്ത് വെളിവാകും, ചില സമയത്ത് വെളിവാവില്ല. അത് വെളിവാവുന്ന സമയത്താണ് ഈ സൂചി കണ്ടെടുത്തു എന്ന് പറഞ്ഞതും, ഹലീമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ മുല കുടിക്കുന്ന സമയത്ത് വിളക്കിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് ആ നൂറ് വെളിവാവുന്ന സമയത്താണ്. അതേ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് വിളക്കില്ലാത്തത് കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് വരാത്തത് കാണാത്തത് കൊണ്ട് അവിടുന്ന് തോണ്ടേണ്ടി വന്നു എന്ന് പറഞ്ഞത് ആ നൂറ് വെളിവാകാത്ത സമയത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം ഖുസൂസിയാത്തുകൾ, ഇർഹാസാത്തുകളൊക്കെ ചിലപ്പോൾ വെളിവാകും, ചിലപ്പോൾ വെളിവാകില്ല. ഖുർആൻ പോലെ അത് ഖിയാമത്ത് നാൾ വരെ മാറ്റമില്ലാതെ നിലനിൽക്കണം എന്നില്ല. ചിലപ്പോൾ പ്രകടമായി എന്ന് വരും, ചിലപ്പോൾ പ്രകടമായില്ല എന്ന് വരും. ആട്ടെ, വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس ബിൽഹുജ്ജി. വജ്ഹുകൽ, ഹബീബായ തിരുനബിയെ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ആ തിരുമുഖം എന്ന് പറഞ്ഞാൽ വജ്ഹ് എന്നാണ് പറയുന്നതെങ്കിലും അവിടുന്ന് എന്നാണ് ഉദ്ദേശം. അതായത് മജാസായിട്ട് ബാല് പറഞ്ഞിട്ട് കുല്ലു മുറാദ്, മുഖം എന്ന് പറഞ്ഞെങ്കിലും ആ വ്യക്തിത്വം എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടുത്തെ വജ്ഹ് എങ്ങനത്തെ വജ്ഹ്? അൽ വല്ലാഹ്, പ്രശോഭിതമായ, പുഞ്ചിരി തൂകുന്ന, ശോഭയുടേതായ അവിടുത്തെ ആ പുണ്യശരീരം. ഹുജ്ജത്തുന, അതാണ് ഞങ്ങളുടെ തെളിവ്, ഞങ്ങളുടെ ലക്ഷ്യം. എപ്പോ? യൗമയത്തിന്നാസു, ലോകത്ത് കഴിഞ്ഞുപോയ പൂർവികരായ മറ്റ് ജനസമൂഹങ്ങളൊക്കെ വരുമ്പം ബിൽ ഹുജ്ജി, അവരുടെ തെറ്റായ ന്യായങ്ങളുമായി നാളെ മഹ്ശറയിൽ ഓരോ അമ്പിയാക്കന്മാരുടെയും ഉമ്മത്തിനെ ഹാജരാക്കി, നിങ്ങൾക്ക് എന്റെ അമ്പിയാക്കന്മാർ എന്റെ ദീനും ശരീഅത്തും എത്തിച്ചു തന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് കള്ളൻ ദുർന്യായവുമായി വരുമ്പോൾ, നിങ്ങൾക്ക് തെളിവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണെന്ന് ആ അമ്പിയാക്കന്മാർ മറുപടി പറയുമ്പോൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് ആ അമ്പിയാക്കന്മാര് ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അവിശ്വാസികളായ ആളുകൾ ധിക്കാരപൂർവ്വം അത് തള്ളി ഒഴിവാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ വായടപ്പൻ മറുപടി പറയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെ പറയുന്നു, നിങ്ങളെക്കാലത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് കാര്യം ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അപ്പൊ എന്റെ ഉമ്മത്ത്
സ്വീകാര്യരായ ഹുജ്ജത്തായവരാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിലൂടെ അവർ പ്രകടമാക്കുന്നതിനെ സംബന്ധിച്ചായിരിക്കാം ആ ബൈത്തിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ഹാഷിക്കാരൊക്കെ പറയുന്നത്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا എന്ന് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ തസ്കിയത്ത് ചെയ്തുകൊണ്ട് അവർ സത്യവാന്മാരാണെന്നും അവർ പറയുന്നത് നീതിപൂർവകമായ സത്യമാണ് എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി പറയുന്ന ആ ഹുജ്ജത്ത് ആവാം. അതിന്റെ പൂർണ്ണവും അരീവൻ അന്തസായിറുഹു അന്ത തങ്ങള് ഹബീബായ നബിയെ തങ്ങൾ സായിറഹു വരീവെന്നറ വല്ല രോഗമുള്ള ആളുകളെയും, അത് ഏത് രോഗമാവാം, ആത്മീയ രോഗമുള്ളവരാവട്ടെ ശാരീരികമായ ഭൗതികമായ രോഗമുള്ളവരാവട്ടെ, ഒരു രോഗിയെ അന്തസായിറുഹു തങ്ങൾ അവനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അത് അത്താഹുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ് ബിൽ ഫറജി, ആ രോഗത്തിൽ നിന്നിട്ടുള്ള രക്ഷാ ശിഫ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയരോഗം ബാധിച്ച ആളുകളെ ആ നൂറ് കൊണ്ടൊന്ന് കണ്ടാൽ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങളും മാറി പരിപൂർണമായി ഈമാനുള്ളവരായിത്തീരുന്നു. അതോടുകൂടി രോഗം ബാധിച്ചു കിടക്കുന്ന ആളുകളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിച്ചാൽ ആ ഹബീബിന്റെ സാന്നിധ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് തന്നെ രോഗശമനം ലഭിക്കുന്നു. ഫാസ മൻ ഖദ് കുന്ത ബിഗയതഹു വസമാ ഫീ അർഫഇ ദറജി, ഫാസ വിജയിയായിരിക്കുന്നു മൻ ഒരു മനുഷ്യൻ. എങ്ങനത്തെ മനുഷ്യനാണ്? ഖദ് കുന്ത ഹബീബായ നബിയെ തീർച്ചയായും തങ്ങളായിരിക്കുന്നു ബിഗയതഹു അവന്റെ ലക്ഷ്യം. അവൻ ഹബീബാവുന്ന തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ മഹബത്തും ഇത്തിബാഉം പിന്തുടർന്നുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ പരിപൂർണ വിജയിയായി കഴിഞ്ഞു എന്ന് മാത്രമല്ല, വസവാ അവൻ ഉയരുകയും ചെയ്തു ഫീ അർഫഇ ദറജി ഏറ്റവും ഉയർന്ന പദവിയിലേക്ക്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും ഇത്തിബാഉം എത്ര കണ്ടുണ്ടോ, അതാണ് ഒരാളുടെ ബിഗയത്ത് ലക്ഷ്യം. മത്ലൂബ് തങ്ങളാകാതെ പറയുന്നത് അവന്റെ മഹബത്തിലും ഇത്തിബായിലും പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രമാത്രം മഹബത്ത് എത്രമാത്രം ഇത്തിബായ് കൂടുന്നോ അതിനനുസരിച്ച് അവന്റെ ദറജ ഉയർന്നുകൊണ്ടിരിക്കും. ബാദിലം ഫിൽ ഹുബ്ബി മുഹ്ജതഹു, തങ്ങളെ ലക്ഷ്യം വെച്ച് തങ്ങളുടെ ഇത്തിബാഉം മഹബത്തും ലക്ഷ്യം വെച്ച് മാത്രമല്ല, ബാദിലൻ അവൻ തന്നെ വിനിയോഗിക്കുന്നവനായി ദാനം ചെയ്യുന്നവനായിട്ടും, ഫിൽ ഹുബ്ബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിലായി, മുഹ്ജതഹു അവന്റെ രക്തത്തെ തന്നെ ദാനം ചെയ്യുന്നു, സാമിഹം ബിർറൂഹി അവന്റെ ജീവനെ തന്നെ അവൻ ദാനമാക്കുന്നു, വൽ മുഹജി അവന്റെ ഹൃദയ രക്തത്തെയും. അങ്ങനെ അപ്പൊ നേരത്തെ പറഞ്ഞ മുഹജും ഈ മുഹജും രണ്ടും ഒന്നും തന്നെ അതുകൊണ്ട് കേടില്ല. ആദ്യം പറഞ്ഞ രക്തം ചിന്തയാണ്, രണ്ടാമത് പറയുന്ന മുഹജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയ രക്തം. അത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട ജീവൻ തന്നെയാണ്. ഏതായാലും ആട്ടെ, ആവർത്തനം വന്നാൽ മദ്ഹിന്റെ സമയത്തൊക്കെ അങ്ങനെ സാധാരണ വരാന്ന. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബായ് ചെയ്ത് മഹബത്ത് വെച്ച് ആ മഹബത്തിനും ഇത്തിബായിനും വേണ്ടി അവിടത്തോടുള്ള മഹബത്തിലായി സ്വന്തം ജീവൻ ത്യജിക്കാനും തന്റെ രക്തം ചിന്താനും വരെ സന്നദ്ധനായിക്കൊണ്ട് തങ്ങളെ ലക്ഷ്യം വെച്ച് തങ്ങളുടെ മാർഗത്തിൽ തങ്ങളുടെ മഹബത്തിൽ തങ്ങളുടെ ഇത്തിബായിൽ ജീവനും രക്തവും ശരീരവും ദാനം ചെയ്യുന്നവനാവുന്ന ആള് അവനങ്ങനെ ദറജ ഉയർന്നു പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. യാ കരീമൽ ജൂദി, അങ്ങേ അറ്റത്ത മഹാദാനശീലനായിട്ടുള്ള ഹബീബായ നബിയെ. കറമും ജൂതും ഏകദേശം ഒരർത്ഥത്തിന് തന്നെയാണ്. അതായത് ഉള്ളതെല്ലാം കൊടുക്കുക, അതുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രത്യോപകാരം ഉദ്ദേശിക്കാതിരിക്കുക, അതാണ് കറമ്. പ്രത്യോപകാരം ഉദ്ദേശിക്കാതെയുള്ള ദാനം. അങ്ങനെ തന്റെ കയ്യിലുള്ളത് തന്റെ ആവശ്യത്തിന്റെ അത്യാവശ്യം കഴിച്ച് ബാക്കി മുഴുവനും ചെയ്യുന്നവൻ ജൂതുവാണ്. അപ്പോ പ്രത്യോപകാരം ലക്ഷ്യം വെക്കാതെ തന്റെ കൈവശത്തിലുള്ള മുച്ചൂടും പ്രിയപ്പെട്ട ഉമ്മത്തുകൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന ഹബീബായ നബിയെ കരീമുൽ ജൂദി റാഹത്തു, അവിടുത്തെ ഉള്ളം കൈ കരീമുൽ ജൂദാൻ. ആ കയ്യിൽ കാന അജ്വദ മിനർ റീഹിൽ മുർസല എന്ന് ഹദീസിൽ കാണാം. അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും വലിയ
ദാനശീലനായിരുന്നു. കാറ്റടിച്ചാൽ അവിടെ കരയിലും കടലിലുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മനുഷ്യനും അല്ലാത്തതുമായ സർവ്വസസ്തുക്കൾക്കും കാറ്റെത്തുന്നത് പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കയിൽ നിന്നുള്ളതായിരിക്കുന്ന പ്രത്യുപകാരം ഉദ്ദേശിക്കാതെയുള്ള ആ മഹാദാനം ചെയ്യുന്നതായ നബിയെ ഫകഫൈത, അങ്ങയുടെ ദാനം കൊണ്ട് അങ്ങ് മതിയാക്കി അൽ ബഹറ വല്ലുജജി, സമുദ്രത്തെയും വലിയ ആഴക്കടലിനെയും ഒക്കെ മതിയാക്കിയതാണ്. ആ ആഴക്കടലും കരകാണാത്ത സമുദ്രവും ചെയ്യുന്നതിന്റെ അപ്പുറം ദാനം കൊണ്ട് ലോകത്തെ സർവ്വ സൃഷ്ടികളെയും വ്യാപകമാക്കിയതായ ഹബീബായ നബിയെ അന്ത, അങ്ങനെയുള്ള മഹാദാനശീലനായ ഹബീബെ അങ്ങ് മുഞ്ചീന, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് രക്ഷിക്കണമേ എന്നർത്ഥവും ഉണ്ട് അതിന്. എന്തിൽ നിന്നിട്ടും മിനൽ ഹുറഖി, കത്തിക്കരിഞ്ഞു പോകുന്നതിനെ തൊട്ട്, എന്തിനാൽ മിൻ ലഹീബിന്നാരി, നരകശിക്ഷന്റെ ആളിക്കത്തൽ കൊണ്ടും, വൽ അജജി, അത് അതിന്റെ ഒന്നും കൂടി ഇതാണ്, ലഹീബിന്റെ ഒന്നുകൂടി ശക്തിയുള്ളതാണ് അജജ് കേട്ടോ. ഇൽത്തിറാമു തഹല്ലുബ് എന്നാണ് അതിന് അർത്ഥം പറയുന്നത്. അതായത് നരകത്തിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന, കത്തിമറിയുന്ന നരകക്കുണ്ടാരത്തിലെ തീ അഗ്നിയിൽ നിന്നും ചുട്ടു കരിഞ്ഞു പോകുന്നതിൽ നിന്നും ഹബീബെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നവരാണല്ലോ. അത് ആ രക്ഷിക്കുന്ന കൂട്ടത്തിൽ എളിയവരായ ഞങ്ങളെയും അവിടെ നിന്ന് ഉൾപ്പെടുത്തേണമേ എന്ന അപേക്ഷ വരെ അതിലുണ്ട് എന്നിട്ട് പറയാം. ദംബുന മാഹി ലയംനഉനാ മിൻ ദുറൂഫി ദമ്മി വൽ അജജി, ദംബുന ഞങ്ങൾ ചെയ്തു തീർത്ത എണ്ണമറ്റ പാപങ്ങൾ, യാ മാഹി എല്ലാ ദോഷങ്ങളെയും കുഫ്രിയത്തുകളെയും മായ്ച്ചു കളയുന്നതായ ഹബീബായ നബിയെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ തന്നെ എണ്ണിപ്പറഞ്ഞ പേരുകളിൽപ്പെട്ടതാണ് മാഹി എന്ന പേര്. മാഹി മാഹി എന്ന് പറഞ്ഞാൽ മാഹി ദുനൂബ് എന്നും വെക്കും, മാഹിൽ കുഫർ അല്ലദീ യംഹുല്ലാഹു ബിഹിൽ കുഫർ എന്നാണ് ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. കുഫ്രിയത്തിനെ മായ്ച്ചു കളയുന്നവരും തെറ്റുകുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരുമായ മാഹിയായ ദോഷങ്ങൾ പൊറുപ്പിച്ചു തരുന്ന, കുഫ്രിയത്തിനെ മായ്ച്ചു കളഞ്ഞു തരുന്ന ഹബീബായ നബിയെ ഞങ്ങൾ ചെയ്തു തീർത്ത എണ്ണമറ്റ പാപങ്ങൾ ലയംനഉന, തീർച്ചയായും അത് ഞങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിൻ ദുറൂഫി ദമ്മി, കണ്ണുനീര് കുത്തിയൊലിക്കുന്നതിനെ തൊട്ട്, വൽ അജജി, കരഞ്ഞ് ശബ്ദമുയർത്തി അട്ടഹസിച്ച് കരയുന്നതിനെ തൊട്ടും, അട്ടഹസിച്ച് കരയാനും കണ്ണുനീര് ധാരധാരയായി വാർക്കാനും മാത്രം എണ്ണമറ്റ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ചെയ്ത പാപങ്ങളുടെ ആധിക്യത്താൽ ഞങ്ങൾക്കിന്ന് കണ്ണുനീരൊഴുക്കാനോ ദോഷത്തെ ഓർത്തുകൊണ്ട് കരയാനോ പോലും പറ്റാത്ത ഒരവസ്ഥ എത്തിയിരിക്കുന്നു. എല്ലാ തെറ്റുകളെയും കുഫ്രിയത്തിനെയും മായ്ച്ചു കളയുന്ന ഹബീബായ നബിയേ, ഹുബ്ബുക്കും ഫീ ഖൽബിനാ മഹ്വൂ മിർ റഈനിൽ ദംബി വൽ ഹറജി, മാത്രമല്ല ഹുബ്ബുക്കും ഹബീബായ നബിയെ അങ്ങോടുള്ള മഹബ്ബത്ത് ഫീ ഖൽബിന മഹ്വൂൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു ഹബീബേ. ഞങ്ങളുടെ കൽബിൽ അവിടത്തോട് വേണ്ടതുപോലെയുള്ള മഹബ്ബത്ത് ഇന്ന് ഇല്ല. എന്തേ മാഞ്ഞു പോകാൻ കാരണം? മിർ റഈനിൽ ദംബി എന്നാണ് ബൈത്തിലുള്ളത്. അത് എങ്ങനെ ഒപ്പിച്ചാലും ഒക്കണില്ല എന്നാണ് ഹാസ്യക്കാരൊക്കെ പറയുന്നത്. ശരിക്ക് റഈന് എന്ന് അംസട്ടിട്ട് ഒരു നുസ്ഖയിലും റഈന് എന്ന് യാളിട്ടിട്ട് ഒരു നുസ്ഖയിലുണ്ട്. രണ്ട് നുസ്ഖയാലും അർത്ഥം വെച്ച് ഒപ്പിക്കാൻ വളരെ പ്രയാസമുണ്ട്. ശരിക്ക് വേണ്ടത് മിനറൈനി ദംബി എന്ന് പറയണം. മിൻ എന്ന നൂനിന്റെ സുക്കൂന് റായിനോടുള്ള ജിവാറ് കൊണ്ട് ആ സുക്കൂനിനെ മറിച്ച് ഫതഹാക്കിയിട്ട് ശരിക്ക് പറയേണ്ടത് മിനറൈനി ദംബി. അതായത് മിൻ റൈനി ദംബി, റൈൻ എന്ന് കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന് ഖുർആനിൽ പറഞ്ഞ ആ റാനന്റെ വസ്ത്രാവുന്ന റൈന് ശരിക്ക് അതാണ് വേണ്ടത്. റഈനല്ല, റൈനാണ് വേണ്ടത്. അപ്പൊ പിന്നെ ബെയ്ത്തൊക്കാത്ത ഉണ്ടാകുന്നുള്ള ആൾക്കാണ് മിന്നിന്റെ സുക്കൂൻ മാറ്റിയിട്ട് ഫതഹാക്കി കൊടുക്കുക. ജിവാറിന്റെ ഫത്ത് എന്നാണ് അതിന് പറയാ. അപ്പൊ എങ്ങനെ വരും? മിന റൈനി ദംബി, ദോഷത്തിന്റെ കറ ബാധിച്ചുകൊണ്ട്. അവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, അവരുടെ
കൽബിൽ കറബാധിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ അത് തെറ്റിൻ കുറ്റങ്ങളുടെ കറബാധിച്ചുകൊണ്ട് ഞങ്ങളുടെ കൽബിൽ നിന്നിട്ട് ഹബീബെ അങ്ങയോടുള്ള മഹബത്തൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങളുടെ മഹബത്ത് പറയല്ലാതെ ഉള്ളിൽ തട്ടിയ കൽബിൽ പതിക്കുന്ന യഥാർത്ഥ മഹബത്ത് ഞങ്ങൾക്ക് ഇല്ല. കാരണം അതിനു മാത്രം തെറ്റുവന്നുപോയി ഞങ്ങൾക്ക്. ഹർജി, അത് പിന്നെ ബെയ്ത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഹർജി എന്ന് പറഞ്ഞാലും ദമ്പ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. ഇസ്മ എന്നർത്ഥം, കുറ്റം, തെറ്റുകുറ്റങ്ങൾ എന്ന് നമ്മൾ പറയുന്നില്ലേ ആ കൂട്ടത്തിൽ. അപ്പൊ തെറ്റുകുറ്റങ്ങളുടെ കറബാധിച്ചത് കാരണം അങ്ങയോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിൽ തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പാവികളാണ് ഞങ്ങൾ. അവിടത്തോടുള്ള മഹബത്ത് ദോഷത്തിന്റെ ബാധയേറ്റ് ഞങ്ങളുടെ കൽബിൽ മങ്ങിപ്പോയിരിക്കുന്നു. ദോഷത്തെ ഓർത്ത് കരയാനും കണ്ണീരൊഴിക്കാനുമുള്ള ശക്തിവിശേഷം പോലും ഞങ്ങൾക്ക് മാഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഹബീബായ മാഹിയായ നബിയെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും സബ്ബുക്കും വല്ലാഹി ലം യഖിബ് ലികമാലിൽ ഹുസ്നി വൽ ബഹജി, ഇങ്ങനെയൊക്കെയാണെങ്കിലും സബ്ബുക്കും അങ്ങയെ പ്രേമിക്കുന്ന പ്രേമി, ഹബ്ബ് മൂത്ത് ആശക്കായവൻ അതാ സബ്ബ്. ഹബീബായ നബിയെ അവിടത്തോട് ഇഷ്ക് വെച്ച മഹബത്തുള്ള ഏതൊരു മുഅ്മിനായ മനുഷ്യനും വല്ലാഹ് അവയാണ് സത്യം, ലം യഖിബ് ഒരിക്കലും അത്തരക്കാർ പരാജയപ്പെടുകയില്ല, ഹായിബായി മടങ്ങേണ്ടി വരില്ല. അങ്ങയെ ഇഷ്ക് വെക്കാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പരാജിതനാവുകയില്ല. എന്തുകൊണ്ട്? കമാലിൽ ഹുസ്നി, അങ്ങയുടെ ഹുസ്നിയത്ത് നന്മ അത്രമാത്രം സമ്പൂർണമാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായ ഏതൊക്കെ ഹുസ്നിയത്തുണ്ടോ ആ ഹുസ്നിയത്തെല്ലാം തികഞ്ഞ സമ്പൂർണനായ അങ്ങയുടെ ആ ഹുസ്നിയത്ത് വൽ ബഹജി, അങ്ങയുടെ ആ ഔദാര്യം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥ. അവിടുന്ന് സ്വയമുള്ളതായ ഹുസ്നിയത്തും കമാലിയത്തിന്റെ പുറമെ തന്റെ ഉമ്മത്തുകളെ സംതൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനുമുള്ള ആ കമാലിയത്ത് കൊണ്ട് ഒരിക്കലും സാധുക്കളായ ഞങ്ങളെ അവിടുത്തെ മഹബത്ത് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും പരാജിതരാവുകയില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹബീബായ നബിയെ, തീർച്ചയായും ഞങ്ങൾ കൊതിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഷാഫിഅന എന്ന അർത്ഥം മഫ്ഊലാണ്, നർജുവിന്റെ മഫ്ഊലാണ്. അതിൽ ലാമ് കൊടുത്ത് സായിദാക്കി തെക്കീദിന് വേണ്ടിയിട്ട് സായിദാക്കിയ. ഞങ്ങളുടെ ശഫാഅത്ത് ചെയ്യുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തെ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നു. എന്തിനു വേണ്ടിയൊക്കെ? ലിസ്വലാഹിദ്ദീനി, ദീനിന്റെ എല്ലാവിധ സമ്പൂർണമായ സ്വലാഹിയത്ത് നന്മക്കു വേണ്ടിയും, വന്നഹജി, അത് ദീന് പോലെ തന്നെ നഹജ് എന്ന് പറഞ്ഞ മാർഗം, രണ്ടും അതുസിറാക്ക ബെയ്ത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഈ പെട്ടത്. അപ്പോ ഞങ്ങളുടെ നേർമാർഗം, ഞങ്ങളുടെ മാർഗം നേരായിത്തീരാനും ദീന് സ്വലാഹ് നന്മയെ കിട്ടുവാനും വേണ്ടി ഞങ്ങളെ ശഫാഅത്ത് ചെയ്യാൻ, രക്ഷിക്കാൻ അധികാരപ്പെട്ട ഹബീബായ നബിയെ അങ്ങയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട്, അവിടുത്തെ ഇർശാദ് കൊണ്ട്, അവിടുത്തെ ബഹജ് അഥവാ ഞങ്ങളെ സന്തോഷിപ്പിക്കലുകൊണ്ട് ഞങ്ങളുടെ ദീനും മാർഗവുമൊക്കെ നന്നായി തീരണം എന്ന് അവിടത്തോടിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തങ്ങളെ ഷഫിയായ നബി തങ്ങൾ നജ്ജാന, ഞങ്ങളെ രക്ഷിച്ചവരാണ്, മിനൽ ബൽവാ, ദുന്യവിയും ഉഖ്റവിയുമായ ഐഹികവും പാരത്രികവുമായ എല്ലാ തരം മുസീബത്ത് വിപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നവരാണ് ഹബീബായ നബി. ദുന്യാവിലുള്ള മുസീബത്ത് ആഫത്തുകളിൽ നിന്നും ആഖിറത്തിൽ വരാനിരിക്കുന്ന ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നവരാണ് ഹബീബായ നബി അങ്ങ്. ആ ഹബീബ് തീബുഹു, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം ഫിൽ ആലമി, ലോകത്ത് മുഴുവനുമുണ്ട്. എങ്ങനത്തെ ആലമ്? അൽ അറജി, അടിച്ചു വീശുന്ന സുഗന്ധം കൊണ്ട് അടിച്ചു വീശുന്ന ഈ ലോകത്ത് മുഴുവനും അങ്ങയുടെ സുഗന്ധമാണ്. ഭൗതികമായി ബാഹ്യമായി തന്നെ അങ്ങനെയാണ്. പക്ഷേ ആ ബാഹ്യമായ സുഗന്ധം പ്രത്യേകമായ മഹബത്തിന്റെ ഇഷ്ക് കേറിയ ആളുകൾക്ക് ആത്മീയമായ അനുഭൂതിയുടെ സമയത്ത് അനുഭവിക്കുന്നതാണ്.
അതേ സമയത്ത് ഭൗതികമല്ലാത്ത ആത്മീയമായ സുഗന്ധം എന്നത് അതിന്റെ ഗുണവശങ്ങള്, ആകർഷകമായ അവസ്ഥ, സന്തോഷകരമായ അവസ്ഥ, അത് എല്ലാവർക്കും യഥാർത്ഥത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ ശരിയായ ഇഷ്കും മഹബത്തും ഉള്ളിലുള്ള ആളുകൾക്ക് ഈ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ ഹബീബിന്റെ പരിമളം ആസ്വദിക്കാനാവുകയും ചെയ്യും. എന്നിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറയാം, റബ്ബി, ഉടമക്കാരനാവുന്ന രക്ഷിതാവേ, വഫ്ഖിനാലി മർളാതിക, നിന്റെ പ്രീതിക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ അല്ലാഹ്. വർസുഖ്നാ സിയാറത്തുഹു, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സിയാറത്തിനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നീ നൽകണമേ. റബ്ബി വർസുഖ്നാ എന്ന് പറയുമ്പോ റബ്ബി എന്നത് നമുക്ക് അത്ഫാക്കാൻ വർസുഖ്നാനെ പറ്റൂല. അപ്പൊ റബ്ബി എന്നിടത്ത് ഒരു മഅ്റൂഫ് ഉണ്ട്. എന്താ? റബ്ബി വഫ്ഖിനാ ലിമർളാതിക, പടച്ചോനെ നിന്റെ തൃപ്തിക്ക് കാരണമാവുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ. അതിന്റെ പുറമെ വർസുഖ്നാ ആണോ? അപ്പൊ ആ മഅ്റൂഫ് മക്കാണ്, മുഖദ്ദർ മക്കാണ് യഥാർത്ഥത്തിൽ വർസുഖ്നാ ലത്ഫ്. ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ. സിയാറത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഖബ്ല റൂഹി, ഞങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ്, വൽ ഖറജി, ദുനിയാവിൽ നിന്ന് പുറപ്പെട്ടു പോയി റൂഹ് പിടിച്ച് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി ആ ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന ഷഫീഉൽ മുദ്നിബീനും റഹ്മത്തുൽ ആലമീനുമായ ഹബീബിനെ ഒന്ന് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യവും നിന്റെ പൊരുത്തത്തിനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ എന്ന്. എന്നിട്ട് അവസാനിപ്പിക്കുക, സ്വല്ലി യാ റബ്ബി അലൽ ഹാദി ലിസബീലിൽ ഹഖ് വൽ ഫറജി. സ്വല്ലി യാ റബ്ബി, എന്റെ ഉടമക്കാരനാവുന്ന രക്ഷിതാവേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. അലൽ ഹാദി, ഹിദായത്തിന്റെ വഴിയിലേക്ക് വഴി നടത്തുന്നവരായ ഹബീബ്, ലിസബീലിൽ ഹഖ് വൽ ഫറജി, എല്ലാവിധ തുറസിന്റെയും സത്യത്തിന്റെയും മാർഗത്തിലേക്ക് ഹിദായത്താക്കുന്നവരായ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൽ മുസ്തഖീം എന്ന ആയത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് സബീലുൽ ഹഖ് വൽ ഫർജ്, എല്ലാ വിജയത്തിന്റെയും സത്യത്തിന്റെയും വഴിയിലേക്ക് വഴികാട്ടുന്നവരായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സദാ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ തീർക്കുക. ഒരു ഹിക്കായത്തും അതിന്റെ ബെയ്ത്തും ഒരു ദുആവും ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നാളെ നമുക്ക് ഓതി തീർക്കാൻ കഴിയുമോ നോക്കാം. നാളെ തീർന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച പ്രത്യേകം ക്ലാസ് എന്നുള്ള നിലക്ക് വ്യാഴാഴ്ച കൂടി ഓതിയിട്ട് ഈ ആഴ്ച അത് പൂർത്തിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമയം അല്ലോണായിന്. അപ്പൊ ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളവർക്കൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. സംശയമുള്ളവരൊക്കെ നേരത്തെ വന്ന് നിൽക്കുക. അവസാനം കഴിഞ്ഞ് പോകാൻ സമയത്ത് ബാങ്ക് കൊടുക്കാനാവുമ്പോ കൈയൊക്കി നിന്നാല് അപ്പൊ പിന്നെ നിങ്ങളോട് ക്ഷമ പറഞ്ഞ് മൈക്ക് വെച്ച് പോകേണ്ടി വരും. അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ സംശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ മൈക്കിൽ വന്ന് ചോദിക്കണം എന്ന് ഉണർത്തി അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് നമുക്ക് നൽകുമാറാകട്ടെ. ആ ഹബീബിന്റെ സ്വപ്ന ദർശനവും അവിടുത്തെ സിയാറത്തും പല പ്രാവശ്യം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് അവിടുത്തെ ചാരത്തണയാനും ആ ശഫാഅത്ത് ലഭിച്ച് വിജയിക്കാനും അവിടുത്തെ തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും നമുക്കും ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യം തന്നെ പറയാനുള്ള നമ്മളെ സുഹൃത്ത് ജിദ്ദയിലുള്ള നമ്മളെ SGV സ്ഥിരം ശ്രോതാവായ ഹനീഫ എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ ക്യാൻസറോ അങ്ങനത്തെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകം ദുആ ചെയ്യാം. പിന്നെ സംശയം, നമ്മളെ ഖുർആൻ അറബിയല്ലാത്ത ഭാഷയിൽ ഏതിൽ ഹറാമാണെന്ന് പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഖുർആനിൽപ്പെട്ടാണല്ലോ യാസീൻ എന്നുള്ള അതുപോലത്തുള്ള ചില വാക്കുകളൊക്കെ, ഇതും അറബിയല്ലാത്ത ഭാഷയിൽ എഴുതാൻ പറ്റുമോ, അങ്ങനെ എഴുതുന്ന വിഷയമുണ്ടോ, അതും അതേ പരിഗണനയിൽ തന്നെ പെടുമോ എന്നൊരു സംശയം വിശദീകരിച്ച ഭഗവാനായിരുന്നു. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ എഴുതുക എന്ന നിലക്ക് എഴുതൽ ഹറാമ് തന്നെയാണ് അറബി അല്ലാത്ത ഭാഷയിൽ. എന്നാൽ യാസീൻ എന്നതൊരാളുടെ പേര് അല്ലെങ്കിൽ തോഹ എന്നതൊരാളുടെ പേര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യനാമങ്ങളിൽപ്പെട്ട നാമമാണല്ലോ തോഹ എന്നതും യാസീൻ എന്നതും ഒക്കെ. ആ ഉദ്ദേശത്തോടു കൂടി അറബി അല്ലാത്ത ഭാഷയിൽ, അതായത് ഒരാളുടെ പേര് ബർക്കത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരു കുട്ടിക്കിട്ട് ആ പേര് യാസീൻ എന്നാണ്, അല്ലെങ്കിൽ ആ പേര് തോഹ എന്നാണ്, അത് അറബി അല്ലാത്ത ഭാഷയിൽ എഴുതി എന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഖുർആൻ എന്ന നിലക്ക് യാസീൻ എന്നതായാലും തോഹ എന്നതായാലും ഹമീം എന്നതായാലും അറബി അല്ലാത്ത ഭാഷയിൽ എഴുതുമ്പോൾ അത് ഖുർആൻ അനറബിയായ ഭാഷയിൽ എഴുതൽ ഹറാമാണ് എന്ന് പറഞ്ഞ ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരന്റെ മാതാവിന് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പ്രയാസകരമായ രോഗമാണെങ്കിലും ഹബീബിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മൈക്ക് കൈമാറുന്നു. കീശീരിക്ക് ഇപ്പൊ ബാങ്ക് കൊടുത്ത് വന്നതേക്കായിരുന്നു, കിരിക്കാൻ പോകാൻ സമയമായിട്ടുണ്ടാവും. വേഗം ചാടിക്കോ, ആളുകളൊന്നും എത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ നിർത്താൻ പോകുമ്പോ ഉണ്ടാവും ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വന്നിട്ട് വരി നിൽക്കും. അസ്സലാമലൈക്കും. ഉസ്താദ് പറഞ്ഞ തന്നെയാണ് ശരി. നിസ്കരിച്ച് 5 മിനിറ്റ് ഉള്ളൂ, അപ്പോൾ ചോദിച്ചു പോവാണ്. പിന്നെ ഇവിടെ വന്ന ചോദ്യം ഇന്നലെ വന്ന ചോദ്യമാണ്. ഇന്നലെ പിന്നെ ചോദിക്കാൻ സൗകര്യപ്പെട്ട് കിട്ടിയില്ല, വിദേശം വന്ന. റിംഗ് മെറ്റീരിയൽസ് കസ്റ്റമർക്ക് വേണ്ടി ഷോപ്പിൽ നിന്നും വാങ്ങിയാൽ ബില്ല് ക്ലോസ് ചെയ്യുമ്പോൾ കടക്കാരൻ കമ്മീഷൻ തരുന്നു, ഇത് സ്വീകരിക്കാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്കോട്ടു. എന്താണ് ഈ കമ്മീഷന്റെ വകുപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഒരു സാധനം ഒരാള് വില കൊടുത്തു വാങ്ങുന്നു, അതിനൊരു നിശ്ചിത സംഖ്യ വില ഉറപ്പിച്ചു, ആ വില കൊടുത്തു വാങ്ങി വിറ്റു. പിന്നെ ഒരു സംഖ്യ ഈ വാങ്ങിയ ആൾക്ക് സമ്മാനം എന്നുള്ള ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. വിലയിൽ കുറച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുറച്ചു കൊടുത്ത് സാധനം വാങ്ങിയതിന്റെ വില തന്നെയാണല്ലോ, അപ്പൊ അത് കുറച്ചിട്ട് ആ സാധനത്തിന്റെ വില ബാക്കി കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും ബില്ലില്. അപ്പൊ ഇയാൾക്ക് കീശയിലിടാൻ വകുപ്പ് ഉണ്ടാവില്ല. അതല്ല, കച്ചവടവും വിലയുമായിട്ടൊരു ബന്ധവുമില്ല. ഈ വാങ്ങിയ ആൾക്ക് ഒരു അധികം എന്നുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഏത് നിലക്കാണ് ഈ കമ്മീഷൻ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഷ്ക് മദീന മൈക്ക് എടുക്കുന്നതിനെ കുറിച്ച് അതുകൊണ്ട് അടുത്ത സംശയം ഒരു സുഹൃത്ത് ചോദിച്ചാണ്. ഇപ്പം ചില നാടുകളിൽ, ഇപ്പം നമ്മൾ സൗദി അറേബ്യ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ അറബി വീട്ടിൽ പണിയെടുക്കുന്ന കമ്പനി പണിയെടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ അവർക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ നിന്നും ഒരു ബില്ല് കൊടുക്കും. 10 റിയാൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 20 റിയാൽ, പിന്നെ 20 റിയാൽ ബില്ല് കൊടുക്കും. അങ്ങനെ 10 റിയാൽ അടിച്ചു. ഇപ്പൊ അത് അങ്ങനെ ചില ആൾക്കാർ എടുക്കുന്നുണ്ട്. അത് പാടുണ്ടോ എന്ന് വെച്ചാൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ, അതിന് മസാല വിശദീകരിക്കാൻ, കാരണം വേറെ പൈസ കിട്ടത്തിന്റെ ഇതാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് PM അടിച്ചിരുന്നു. ഒന്ന് വിശദീകരിച്ചാലും ദുആ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ. അപ്പൊ അതെല്ലാവർക്കും അറിയാലോ കക്കാണ്. കക്കൽ ഹലാലാവുന്ന വകുപ്പ് ഇസ്ലാമിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഹലാലാവില്ല. കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി വണ്ടിയിൽ പെട്രോൾ അടിച്ചാൽ 10 റിയാലിന് പെട്രോൾ അടിച്ചാൽ 10 റിയാലിന്റെ ബില്ല് വാങ്ങാം. അത് കമ്പനി ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. ചില ആളുകൾക്ക്, ചില ഉദ്യോഗസ്ഥന്മാർക്ക് കമ്പനി ആവശ്യത്തിന്റെ പുറമെ
പ്രൈവറ്റ് ആവശ്യത്തിന് കൂടി ഉപയോഗിക്കാൻ കമ്പനി അറിഞ്ഞുകൊണ്ട് അനുവദിച്ചു കൊടുക്കുന്നു എങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി അടിച്ചതിന്റെ ബില്ല് വേണമെങ്കിൽ കമ്പനിയിൽ കൊടുക്കാം. ഇത് രണ്ടും പെട്രോൾ അടിച്ച സംഖ്യയല്ലാതെ 1 രൂപയെങ്കിലും കൂടുതൽ ഈ പെട്രോൾ പമ്പിലെ പണിക്കാരനുമായിട്ട് ഒത്തിട്ട് ഏറെ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും കളവ് മാത്രമല്ല വഞ്ചന കൂടിയാവുന്നു. കളവും വരും, അതോടുകൂടി കമ്പനിയെ ചതിക്കുന്ന വഞ്ചനയും ആവുന്നു. ഒരു കാര്യം നന്നായി മനസ്സിലാക്കുക, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. പിടിക്കപ്പെടുന്ന സമയത്ത് പിന്നീട് കണ്ണീര് പൊഴിച്ചിട്ട് കാര്യമുണ്ടാവുന്നതല്ല. കിട്ടിയാൽ ചിലപ്പോൾ 5 റിയാല് അല്ലെങ്കിൽ 10 റിയാലൊക്കെ ഉണ്ടാകുക. അത് കമ്പനിയെ ചതിച്ചുകൊണ്ടാവുമ്പോ ഈ ചതി എങ്ങാനും പിടിക്കപ്പെട്ടാൽ അവന് ചിലപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അത് ദുന്യാവത്ത്. അതിന്റെ പുറമെ ആഖിറത്തിൽ കട്ട കള്ളന്റെ കുറ്റമുണ്ട്, ചതിച്ച വഞ്ചകന്റെ കുറ്റമുണ്ട്. അതൊരിക്കലും ഹലാലാവൂല. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ തന്നെ കമ്പനിയുടെ ഉത്തരവാദപ്പെട്ടവരുടെ അനുവാദത്തോടോ അറിവോടോ കൂടിയല്ലാതെ സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും, കുറ്റക്കാരാവും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഉസ്താദെ, മഹാന്മാരുടെ ജനാസ കാണൽ ഇസ്ലാമിൽ അത് സുന്നത്തുണ്ടോ? മഹാന്മാരുടെ ജനാസ കാണുന്നതിന് ഇസ്ലാമിൽ വല്ല തെളിവും ഉണ്ടോ? ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. മഹാന്മാരുടെ ശരീരം ജീവിച്ചിരിക്കുന്ന സമയത്തായാലും വഫാത്തിന്റെ ശേഷമായാലും അവരുടെ മുഖം ദർശിക്കൽ ദോഷം പൊറുക്കപ്പെടുന്ന പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതാവുന്നു. ആ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതാവാം. എന്നാൽ പൊതുദർശനത്തിന് വെക്കുക എന്ന നിലക്കും ആ പൊതുദർശനത്തിൽ പൊതുകാഴ്ച എന്ന നിലക്കും ഒരു ചടങ്ങായി നിർവഹിക്കൽ ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു ചര്യ അല്ല. ഷമീമിനെ കാണാനുണ്ട്. നമ്മളെ വലിയ കാര്യമായ ഒരു പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട വഹാബ് സഖാഫി തുടങ്ങിയ പ്രഗത്ഭരായ സുന്നി പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയുണ്ട്, സുന്നി ആദർശ സമ്മേളനം. അതിന്റെ ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട ഷമീമിൻ്റെത് കാണാനുണ്ട്. പരിപാടി തുടങ്ങിയെങ്കിൽ ഷമീം കൈ ഉയർത്തിയാൽ മതി, ഉടനെ നിർത്തും. ചോദ്യോത്തരം ഇൻഷാ അല്ലാഹ് നാളെയും തുടരാൻ. ഷമീം എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഇനി നമുക്ക് തുടർന്ന് നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. രോഗികളുടെ രോഗം അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വിഷമത്തിലും കുടുക്കിലും കുടുങ്ങിയ ആളുകളെ അല്ലാഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് സലാമത്താക്കി തരുമാറാകട്ടെ. വിഷമിക്കുന്നവരുടെ രോഗികളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് നീക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി സ്വർഗ്ഗലോകത്ത് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ മഹാന്മാരോടുകൂടി ഒരുമിച്ച് കൂടി റബ്ബിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷമീമിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മൈക്ക് കൈമാറി. അസ്സലാമു അലൈക്കും. ശ്രോതാക്കൾ, സുഹൃത്തുക്കളെ, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ വളരെ അനിവാര്യമായ